ഇന്നലെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അസത്യവും അസംബന്ധ ജഡിലവുമായിട്ടുള്ള കാര്യങ്ങളാണ്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ അദ്ദേഹം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. വന്ദേ ഭാരതിന്റെ രണ്ടാം ട്രെയിനിന്റെ ഉദ്ഘാടനമാണ് 2023 സെപ്റ്റംബർ മാസത്തിൽ കാസർഗോഡ് വെച്ചുണ്ടായത്. അത് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴിക്കാണ് നിർവഹിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരുപാട് റൂട്ടുകളിൽ വന്ദേ ഭാരത് ഓടിക്കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ മാത്രമാണ് കാസർഗോഡ് എന്നുള്ള ഉദ്ഘാടനം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്ളോഗർക്ക്, ഒരു ഉത്തരേന്ത്യൻ വ്ളോഗർക്ക് കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കാത്ത ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഏതെങ്കിലും തരത്തിൽ ഒരു താല്പര്യമുണ്ടാകുമെന്ന് സാമാന്യേന യുക്തിയുള്ള ആരും വിശ്വസിക്കുകയില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്ത ചാരവനിത, അവർ പെയ്ഡായിട്ട് ഇത്തരം പ്രൊമോഷൻസ് ചെയ്തിരുന്ന ഒരു യൂട്യൂബറാണ്.